സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രമാണ് സുനിൽ ഐസക് പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് മാത്രമായി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. വിജിൻ വായാന്തോട്. വിജിൻ, തിരുവനന്തപുരം ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രചാരണം അതിന് ഉച്ചസ്ഥായിലേക്ക് മാറിയ ഒരു മേഖലയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ആദ്യം അവരുടെ ടീമിനെ പ്ലേസ് ചെയ്യുന്നു. തൊട്ടു പിന്നാലെ തന്നെ വലിയൊരു പോരാട്ട ചൂടിലേക്ക് മേഖലയാകെ മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉച്ചയിലേക്ക് എത്തുമ്പോൾ ആദ്യ മണിക്കൂറിലെ പോളിംഗ് എപ്രകാരമാണ്? എത്ര വലിയ ആവേശം അവിടെ വോട്ടർമാരിൽ കാണുന്നുണ്ട്? സൈഫുദ്ദീൻ, എന്തായാലും നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തന്നെയാണ് നിലവിൽ തെരഞ്ഞെടുപ്പിന്റെ ഈ പോളിംഗ് ശതമാനവും ഒപ്പം തന്നെ ആളുകളുടെ നീണ്ട നിരയും ഒക്കെ കാണുമ്പോൾ ബൂത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 62.59% പോളിംഗ് അതിൽ കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ നിലവിലുള്ള കണക്ക് പ്രകാരം 12:45 വന്ന കണക്ക് പ്രകാരം ഏകദേശം 43% കഴിഞ്ഞിരിക്കുന്നു പോളിംഗ് എന്നുള്ളതാണ്. രാവിലെയൊക്കെ വലിയ തിരക്ക് തന്നെയായിരുന്നു ഓരോ പോളിംഗ് ബൂത്തിലും കണ്ടിരുന്നത്. അത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഉള്ള ബൂത്തുകളിലെല്ലാം രാവിലെ തന്നെ ആളുകൾ ഒക്കെ എത്തി വോട്ട് ചെയ്ത് പോകുന്ന കാഴ്ചയായിരുന്നു. നീണ്ട നിര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ ബൂത്തുകളിലും. അത് സൂചിപ്പിക്കുന്നത് എന്തായാലും കാർഡടച്ചുള്ള പ്രചരണം അത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ BJPയുടെയും LDFന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഭരണം നിലനിർത്തുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം വെച്ച് LDF മുന്നോട്ട് പോയപ്പോൾ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി നഗരത്തിലെ ഭരണം പിടിക്കാനുള്ള നീക്കവുമായിട്ടായിരുന്നു BJP മുന്നോട്ടിറങ്ങിയത്. അങ്ങനെയാണ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തത്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി നിലവിൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും സജീവമായി പൂർണ്ണമായി വാർഡുകളിൽ രംഗത്തെത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ ഫലം കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 62.59 എന്നുള്ള ആ ശതമാനത്തിന് അപ്പുറത്തേക്ക് കടക്കും, 70 അടുത്തേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിലവിൽ മുന്നണികൾക്ക് ഉള്ളത്. ഒപ്പം തന്നെ ഇനി വൈകിട്ടോടുകൂടിയാകുമ്പോൾ ഈ മലയോര മേഖലകളിൽ ഒപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിൽ തീരദേശ മേഖലകളിലൊക്കെ വലിയ തരത്തിലുള്ള ക്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ കണ്ടതാണ് ഈ മണക്കാട് വാർഡുകളിലും അവിടെ ആ പ്രദേശങ്ങളിലുമൊക്കെ 6 മണി കഴിഞ്ഞും നീണ്ട നിരയായിരുന്നു. എന്തായാലും 6 മണിയോടുകൂടി ടോക്കൺ വിതരണം ആരംഭിച്ച് 6 മണിക്ക് ബൂത്തിലെത്തുന്നവർക്കെല്ലാം ടോക്കൺ നൽകി എത്തുന്ന മുഴുവൻ ആളുകളെയും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ക്രമീകരണം തന്നെയാണ് നിലവിൽ ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് പൂർണ്ണമായും വോട്ട് ചെയ്ത് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് 70% അടുത്തേക്ക് കൂടി എന്തായാലും പോളിംഗ് ശതമാനം എത്താനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ പോളിംഗ് ശതമാനം 70 അടുത്തേക്ക് എത്തിയാൽ ഏത് മുന്നണിക്ക് അത് ഗുണം ചെയ്യും എന്ന കാര്യത്തിലുള്ള ചർച്ചകൾ കണക്കുകൂട്ടലിലേക്കൊക്കെ ആയിരിക്കും പിന്നീട് മുന്നണികൾ പോവുക. നിലവിൽ എന്തായാലും 62.59 എന്നുള്ള ശതമാനത്തിന് അപ്പുറത്തേക്ക് 70ലേക്ക് ഒക്കെ എത്താനുള്ള സാധ്യതയാണ് നിലവിലെ ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഉച്ചയായിട്ടും പല ബൂത്തുകളിലും ഇപ്പോഴും നീണ്ട നിര തന്നെ തുടരുന്നുണ്ട്. സാധാരണഗതിയിൽ ഉച്ച സമയത്ത് മന്ദഗതിയിലാവാറാണ് പോളിംഗ്. പക്ഷേ നഗരമേഖലകളിൽ ഒക്കെ കൃത്യമായി ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് നിലവിൽ കോർപ്പറേഷനിൽ കാണാൻ കഴിയുന്നത്. ത്രികോണ മത്സരം എന്നുള്ള പ്രതീതി അത് പൂർണ്ണമായും ഉണ്ട് തിരുവനന്തപുരം നഗരത്തിലെ വോട്ടിംഗിൽ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സൈഫുദ്ദീൻ. വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്തെ ചിത്രം പങ്കുവച്ചത്. ഇടുക്കിയിലേക്ക് പോകാം.